Hi friends, myself Ranjit Shivhari, your faculty for CMA Inter Law. സോ കുറേ ദിവസമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പേപ്പർ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള നിങ്ങൾക്ക് ഒരു തരുന്നത്, ഒരു ടെംപ്ലേറ്റ് തരുവാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് എല്ലാവിധ സ്റ്റേജസിലുള്ള സ്റ്റുഡൻസിനെയും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് ചില ആൾക്കാർ ഇപ്പം നമുക്കിപ്പോൾ കമ്പനീസ് ആക്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏകദേശം 22 ചാപ്റ്റേഴ്സ് കമ്പനീസ് ആക്ടിൽ നിങ്ങൾക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ ഇനി ലാസ്റ്റ് ഈ ഒരു 10 ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റിവിഷനും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് എത്താത്ത സ്റ്റുഡൻസിനെ എങ്ങനെ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള രീതിയിലുള്ള ലോൻ്റെ സ്ട്രാറ്റജിയാണ്, ജൂൺ 2025 സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് ആദ്യം പേപ്പർ പാറ്റേൺ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അകത്ത് ഒബ്വിയസ്ലി MCQ ആണ് അല്ലേ. 15 മാർക്കിന് 15 ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ MCQ, ടോട്ടൽ 30 മാർക്സിൻ്റെ MCQ ആണ്. സോ ഇത് കൂടുതലായിട്ട് നിങ്ങൾ ബിറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ MTPs, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞു വെച്ചാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് വരുന്നത് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ കോൺട്രാക്ട് ആക്ട് ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എയും സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിയും കോൺട്രാക്ട് ആക്ട് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എ പാർട്ട് ജനറൽ കോൺട്രാക്റ്റും സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി പാർട്ട് സ്പെഷ്യൽ കോൺട്രാക്റ്റും ആണ് ഈ പറയുന്നത് പോലെ തന്നെ വരുന്നത്. ഓക്കെ, ടെംപ്ലേറ്റ് ആണ് എപ്പോഴും ഈ ഒരു രീതിയിലാണ് വരാറുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ കോൺട്രാക്ട് ആക്ട് കഴിഞ്ഞു വെച്ചാൽ തേർഡ് ക്വസ്റ്റ്യൻ ഏത് ഫസ്റ്റ് പാർട്ട് LLP അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇത്തവണ പാർട്ട്ണർഷിപ്പ് വരാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, സോ എല്ലാം ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, ഗസ് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് വരാനാണ് ചാൻസസ് കൂടുതലായിട്ടുള്ളത്. ആൻഡ് ബി പാർട്ട് വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. ഓക്കെ, ഇതെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഫോർത്ത് ക്വസ്റ്റ്യൻ പ്യുവർലി ഇൻഡസ്ട്രിയൽ ലോ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കമ്പനീസ് ആക്ട് ഫസ്റ്റ് പാർട്ട്. ഈ ഫസ്റ്റ് പാർട്ട് എന്ന് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് വരെയുള്ള ഏരിയയാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രിലിമിനറി ചാപ്റ്റർ തൊട്ടിട്ട് ഇൻകോർപ്പറേഷൻ, പ്രോസ്പെക്ടസ്, ചാർജസ്, അങ്ങനെ പോകുന്നില്ലേ, ആ ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ചോദിക്കാറായിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന 2 ക്വസ്റ്റ്യനും പാർട്ട് 3 കമ്പനീസ് ആക്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് കുറച്ച് ഓൾഡ് സിലബസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂ സിലബസിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ച് ഏരിയാസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്, ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ്, റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ പറയുന്ന സിക്സ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. സെവൻത് ക്വസ്റ്റ്യൻ ഈസ് പ്യുവർലി ബേസ്ഡ് അപ്പോൺ വാട്ട്, എത്തിക്സ്. ഓക്കെ, എത്തിക്സ് വളരെ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നിർബന്ധമായിട്ടും എത്തിക്സ് നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ഏരിയയാണ്. ആൻഡ് എയ്ത്ത് ക്വസ്റ്റ്യനകത്ത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, കോൺട്രാക്ട് ആക്റ്റും പിന്നെ അതുപോലെ തന്നെ കമ്പനീസ് ആക്റ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ടെംപ്ലേറ്റ് നോക്കി. ഈ ടെംപ്ലേറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഏത് ഏരിയസിലാണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടത്, ഓർഡർ, പഠിക്കേണ്ട ഓർഡർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. അപ്പം എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാനാണ് ഈ പറയുന്ന എക്സാം എഴുതാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ പഠിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി വാട്ട്, ഡയറക്ടേഴ്സ് പോർഷനാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കമ്പനീസ് ആക്ടിലത്തെ ഡയറക്ടേഴ്സ് പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സോ ഡയറക്ടേഴ്സിന് ശേഷം ഞാൻ നേരെ പോകും പാർട്ട് 3. ഓക്കെ, പാർട്ട് 3 ഓഫ് കമ്പനീസ് ആക്ടിൻ്റെ പാർട്ട് 3 പോകും. അതായത് ഓഡിറ്റ് കമ്മിറ്റി, റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള ഏരിയാസ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ പഠിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിനുശേഷം ഞാൻ ഒബ്വിയസ്ലി എന്ത് പഠിക്കും, എത്തിക്സ് പഠിക്കും. എത്തിക്സ് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആൻഡ് അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് പോകും, കോൺട്രാക്റ്റ് ആക്ട് പഠിക്കും. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എക്സോസ്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പഠിക്കണം. പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഈ എഡിറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ ABC അനാലിസിസ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ പോയിന്റ്സ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ആൻഡ് അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിലോട്ട് പോകും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത് പഠിക്കും. അതിനുശേഷം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലോത്തെ ഗ്രാറ്റുവിറ്റി ആക്ട്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ലോത്തെ ഞാൻ എന്ത് നോക്കും, ഗ്രാറ്റുവിറ്റി ആക്ട് ഈ പറയുന്നത് പോലെ തന്നെ നോക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ഏരിയാസ് പഠിച്ചാൽ തന്നെ
ഓക്കെ, ഇത്രയും ഏരിയാസ് നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കുകയാണെങ്കിൽ, പ്ലസ് ഞാൻ പറയുകയാണ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതുകൂടെ നോക്കുക, ജസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്ലസ് പ്രോസ്പെക്ടസ്. ഓക്കെ, ഇൻകോർപ്പറേഷനും പ്രോസ്പെക്ടസും കൂടെ എന്ത് ചെയ്യുക നോക്കുക. ഞാൻ പറയുന്നു, ഇത് റിവിഷൻ സെറ്റാവാതെ ഇരിക്കുന്ന, അതായത് ഈ പറയുന്നത് പോലെ തന്നെ ലോയിൽ പ്രശ്നം നേരിടുന്ന സ്റ്റുഡൻസിനോടുള്ള സ്ട്രാറ്റജിയാണ് ഇത് പറയുന്നത്. ഒരിക്കലും ഒരു ഫാക്കൽറ്റി ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല, ആൻഡ് ഐ ഡോണ്ട് റെക്കമെൻഡ് ദാറ്റ്. പക്ഷേ ഈ പറയുന്ന കേസ്, അതായത് ഇപ്പോൾ ഒരു 10 ദിവസമേ ഉള്ളൂ, ആ ഒരു സാഹചര്യത്തിൽ പല സ്റ്റുഡൻസും മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അവർക്കുള്ള ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ഇത്രയും ഏരിയാസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇത്രയും ഏരിയാസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ തന്നെ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് വെച്ചാൽ, ഗ്രാറ്റുവിറ്റി ആക്ട് എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രാറ്റുവിറ്റി ആക്ട് എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻഡസ്ട്രിയൽ ലോ ബാക്കി ESI ആണെന്നുണ്ടെങ്കിലും, കോഡ് ഓൺ വേജസ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫാക്ടറീസ് ആക്ട് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. പക്ഷേ ഗ്രാറ്റുവിറ്റി ആക്ടിൽ നിന്ന് ഷുവർ ഷോർട്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചോദിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു സ്ട്രാറ്റജിയിലൂടെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ബാക്കിയുള്ള ഏരിയാസ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, സമയത്തിനനുസരിച്ച് ഈ പറയുന്നത് പോലെ തന്നെ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇതിന് ശേഷം പിന്നെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കോഡ് ഓൺ വേജസ് നോക്കുക. ഓക്കെ, കോഡ് ഓൺ വേജസ് നോക്കുക. പിന്നെ അതിനുശേഷം പോകേണ്ട ഏരിയ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് നോക്കുക. ഓക്കെ, പാർട്ട്ണർഷിപ്പ് നോക്കുക. പിന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള MTPയിലത്തെ ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഈ ലിസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും നോക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ഏരിയാസ് തന്നെ, അതായത് ഞാൻ പറയുന്ന ഏരിയാസ് തന്നെ ഒരു 80% ക്വസ്റ്റ്യൻസ് വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റാണ്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഓഡിറ്റിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ ഐ എം പ്രൊവൈഡിങ് എ റീസണബിൾ അഷുറൻസ്, അല്ലേ? റീസണബിൾ ആയിട്ടുള്ള ഒരു അഷുറൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, A കാറ്റഗറി ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ABC എന്നുള്ള രീതിയിൽ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് വരാനായിട്ടുള്ള പോസിബിലിറ്റിനെ കുറിച്ച് പറയാം. ഓക്കെ, ABC ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടില്ല, കുറച്ച് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്യാം. ഓഡിറ്റ് കമ്മിറ്റി ഷുവർ ഷോട്ട് ആണ്. ഓക്കെ, ഓഡിറ്റ് കമ്മിറ്റി നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഓഡിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കും. സെക്ഷൻ 177 ഓഡിറ്റ് കമ്മിറ്റി എയ്തർ അപ്ലിക്കബിലിറ്റി ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ആവാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി ആവാം. സോ അതൊക്കെ നോക്കുന്ന സമയത്ത് വിജിൽ മെക്കാനിസവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. സോ ഓഡിറ്റ് കമ്മിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഓഡിറ്റ് കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ, ഓഡിറ്റ് കമ്മിറ്റി പഠിക്കണം. നെക്സ്റ്റ് അതിനുശേഷം റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിനെ കുറിച്ച്, ഇത് രണ്ടും പാർട്ട് 3 എന്നുള്ള ഏരിയാസ് ആണ്. റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ആൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനീസ് ആക്ട് പാർട്ട് 1 എന്നുള്ള ചോദ്യമാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ആൾട്ടറേഷൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ ഒബ്ജക്റ്റ് ക്ലോസ് നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ സെക്ഷൻ 7 നെക്സ്റ്റ് സ്റ്റെപ്സ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ ഇൻകോർപ്പറേഷനെ കുറിച്ചുള്ള സ്റ്റെപ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ടായിരിക്കും. നെയിം റിസർവേഷൻ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ബട്ട് സെക്ഷൻ 7 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ പറയുന്ന ഏരിയാസ്, അതായത് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ആൻഡ് ഷോർട്ട് നോട്ടീസ് ഉണ്ടെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ എങ്ങനെ അത് എപ്പോഴാണ് ഇത് വാലിഡ് ആവുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കേസ് സ്റ്റഡി ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കേസ് സ്റ്റഡി ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അസൈൻമെൻറ്റ് ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ സെക്ഷൻ 165 ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ MTPയിൽ ചോദിച്ച ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ തവണ ചോദിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ കഴിഞ്ഞ തവണ അതൊന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്തവണ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അസൈൻമെൻറ്റ് ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ. സർക്കംസ്റ്റാൻസസ് ഫോർ LLP വിൽ ബി വൂണ്ടപ്പ്. ഏതൊക്കെ കേസസിലാണ് LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് വൂണ്ടപ്പ് ആവുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട ഒരു ഏരിയയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്ന ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അൺപെയ്ഡ് സെല്ലർ പഠിക്കണം. നെക്സ്റ്റ് അതായത് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ കോൺട്രാക്ട് എന്നുള്ള ഒരു ഏരിയയാണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി വേഴ്സസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ, എഴുതുന്ന സമയത്ത് ടേബിളാർ ഫോമിൽ ഈ പറയുന്നത് പോലെ തന്നെ പോയിന്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. റൊട്ടേഷൻ ആൻഡ് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ. ആൻഡ് ഈ റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ ഇതിൻ്റെ കേസിനകത്ത് ഇയാൾ നോട്ടീസ് കൊടുക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടൊരു കേസ് സ്റ്റഡി ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ റൊട്ടേഷൻ ആൻഡ് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ
ഷുവർ ഷോർട്ടായിട്ട് ചോദിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓക്കെ, OPC പ്രൈവറ്റ് കമ്പനി ബി കാറ്റഗറി ടോപ്പിക്ക് സമയമുണ്ടെങ്കിൽ നോക്കുക. 1% കമ്പനി, നോമിനിയുടെ കേസ്, പിന്നെ അതുപോലെ തന്നെ മൈനർക്ക് നോമിനി ആവാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് പിന്നെ പ്രൈവറ്റ് കമ്പനിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് പാസ്റ്റ് എംപ്ലോയീസിനെ ഈ പറയുന്നത് പോലെ തന്നെ പാസ്റ്റ് എംപ്ലോയീസ് പ്ലസ് ഇപ്പോഴും മെമ്പർഷിപ്പ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആ 200 എന്ന് പറയുന്ന ലിമിറ്റിനകത്ത് കൗണ്ട് ചെയ്യില്ല എന്നുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. സോ ആ കേസ് ഈ പറയുന്നത് പോലെ തന്നെ നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു ബൗൺസർ ആയിട്ട് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ചാപ്റ്ററിന് ഇതുവരെ അവർ 3 MCQs മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷേ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ്റെ മെത്തേഡ്സ് ഇത്തവണ ചോദിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പോവുക. കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇമോഷണൽ ഇൻ്റലിജൻസ്, എത്തിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, അതിൽ ചാൻസ് എടുക്കാതിരിക്കുക. എത്തിക്സ്, കോൺട്രാക്ട് ആക്ട്, പിന്നെ അതേപോലെ തന്നെ ഡയറക്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ പാർട്ട് 3 ഓഫ് കമ്പനീസ് ആക്ട്, ഗ്രാറ്റുവിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, പിന്നെ സെക്ഷൻ 3A നമ്പർ ഓഫ് മെമ്പേഴ്സ് കുറഞ്ഞു, 6 monthsനേക്കാളും മുകളിൽ കമ്പനി ഓപ്പറേഷൻസ് കണ്ടിന്യൂ, അപ്പോൾ എന്ത് കോൺസിക്വൻസ് ഒക്കെ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ സെക്ഷൻ 3A ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, ടു ക്ലോസ് 85 സ്മോൾ കമ്പനി. ഓക്കെ, ചില കേസസിനകത്ത് സ്മോൾ കമ്പനി ഈവൺ ആ ലിമിറ്റ്സ് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ പോലും അതിന് സ്മോൾ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. ടു ക്ലോസ് 42 ഫോറിൻ കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, ഡോക്ടറിൻസ് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക. ഡോക്ടറിൻ ഓഫ് അൾട്രാ വയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഇൻഡോർ മാനേജ്മെൻ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സെക്ഷൻ 8 കമ്പനി ഒന്ന് വായിച്ചു നോക്കുക. ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ ഈ പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, എന്തായാലും നോക്കുക. എലിജിബിലിറ്റി ഓഫ് ബോണസ്, ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്ട് എന്തായാലും നോക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, പിന്നെന്താ, ഡിഫറെൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് ഫോർ ഫയലിംഗ് നോമിനേഷൻ ഫോർ റിസീവിംഗ് ഗ്രാറ്റുവിറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, എന്തായാലും നോക്കുക. പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ഏരിയ, അതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ദിസ് ക്വസ്റ്റ്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സർക്കംസ്റ്റാൻസസ് വെൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡിസോണർഡ് ആൻഡ് റോൾ ഓഫ് നോട്ടീസ് ഇൻ ദിസ് റിഗാർഡ്. ഓക്കെ, നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു ഏരിയയാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആവുന്ന ആൻഡ് നോട്ടീസിൻ്റെ റോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് ഒന്ന് നോക്കി മുന്നോട്ട് പോവാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എത്തിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്ലിക്കബിലിറ്റി ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിമിറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ എ ബൗൺസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. പ്രൊസീജിയർ ടു ഫോം എ പാർട്ണർഷിപ്പ്. ഓക്കെ, പ്രൊസീജിയർ ടു ഫോം എ പാർട്ണർഷിപ്പ്. ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടർ, പിന്നെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ മെഷേഴ്സ്, അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിസ്പ്യൂട്ട്സ് വിച്ച് ക്യാൻ ബി സെറ്റിൽ ബൈ ESI കോർട്ട്, ടൈം ഉണ്ടെങ്കിൽ അവസാനം നോക്കുക. ഓക്കെ, അപ്ലിക്കേഷൻ ആൻഡ് റിലേറ്റഡ് അപ്ലിക്കേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ ദാറ്റ്സ് ദ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം മൈ സൈഡ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ തന്നെ മെസ്സേജ് അയക്കാൻ എനിക്ക് നമ്പേഴ്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് കരുതുന്നു. അതായത് നമ്മുടെ ക്ലാസ് മേടിച്ച സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഓൾറെഡി നമ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതല്ല ക്ലാസ് നിങ്ങൾ മേടിച്ചിട്ടില്ല, എൻ്റെ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെച്ചാൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ നമ്പർ. ആൻഡ് ഓൾസോ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഇല്ല, പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മെജോറിറ്റി ഒരു 70 to 80% ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ നമ്മുടെ ആപ്പിനകത്ത്, എക്സംപ്ലാർ ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്പിനകത്ത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി കുറേ സ്റ്റുഡൻസ് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തോന്നുവാണ്, അതായത് കോൺസെപ്റ്റിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, കുറച്ചും കൂടെ പഠിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ലിങ്ക് തരാം. സോ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ആൻഡ് ഈ ടോപ്പിക്സ് മറക്കല്ലേട്ടാ, ഈ ടോപ്പിക്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. താങ്ക് യു. രഞ്ജിത്ത് ശിവഹരി സൈനിങ് ഓഫ്.